ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാസ്ഡാക്കിൽ ഒരു വീക്കിലി ബാക്ക് ടെസ്റ്റാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു വീക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രേഡുകളുടെ എല്ലാത്തിൻ്റെ റിസൾട്ട് കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒരു വീക്ക് 10 ട്രേഡാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നോക്കുവാണെങ്കിൽ എന്താണ് 7 എണ്ണവും 1:3 RR കിട്ടിയിട്ടുണ്ട്. 3 ട്രേഡാണ് ലോസ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ 1:3 RR റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 10 ട്രേഡിൽ എന്താണ് 7 എണ്ണം ലോസ് വന്നു, 3 എണ്ണം പ്രോഫിറ്റ് കിട്ടിയാൽ പോലും നമ്മൾ ആ ഒരു വീക്കിൽ പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റും ഇല്ലേ. 7 ട്രേഡ് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് 7 RR മൈനസ് പോയി. 3 ട്രേഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1:3 വെച്ച് 9 RR നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്താണ് 2 RR പ്രോഫിറ്റിലെത്തിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ നല്ല വിൻ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് സ്ട്രാറ്റജിയിൽ വരുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, മാർക്കറ്റിലെ സ്ട്രാറ്റജി മാത്രമല്ല, നല്ലൊരു മൈൻഡ് സെറ്റ് കൂടിയാണ് എല്ലാവർക്കും വേണ്ടത് കേട്ടോ. ഇപ്പോൾ 10 ട്രേഡിൽ 7 എണ്ണം ലോസ് വന്നാലും ഒരു റൂളും ബ്രേക്ക് ചെയ്യാതെ അടുത്ത 3 ട്രേഡ് കൂടി എടുക്കൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നല്ലൊരു ട്രേഡർക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? അതിൻ്റെ കാര്യത്തിലേക്കൊക്കെ ഞാൻ വരാം. വീക്കിലി ബാക്ക് ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നാസ്ഡാക്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 6 മാസത്തെ ഡേറ്റ മൊത്തത്തിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് ഏറ്റവും നല്ല ട്രേഡുകൾ കിട്ടിയിരിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ഒരു 3 മണിക്കൂറുണ്ടല്ലോ, 7 മുതൽ എന്താണ് 11 വരെയാണ് നമുക്ക് ഏറ്റവും നല്ല ട്രേഡുകൾ കിട്ടിയിരിക്കുന്നത്. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തതിലൊക്കെ ഏറ്റവും നല്ല ട്രേഡുകൾ കിട്ടിയിരിക്കുന്ന ഒരു ടൈമാണിത്. പിന്നീട് അങ്ങോട്ട് എന്താണ് ഈ ഒരു ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു 11 ശേഷമൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടെ വീക്കായിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ട്രേഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വളരെ സിമ്പിളായിട്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വീഡിയോയ്ക്ക് അത്യാവശ്യം ഒരു ലെങ്ത്ത് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്നാലും മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കണ്ടാലേ കാര്യങ്ങളിൽ പറയുന്നൊക്കെ ഒരു ഐഡിയ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിനായിട്ടേക്ക് മാക്സിമം ഷെയർ എത്തിക്കാനും കൂടെ ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വീക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന 2 ട്രേഡുകൾ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. ലാസ്റ്റ് ദിവസത്തെ മൺഡേയിലെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് നമുക്കിവിടെ ഉണ്ടായിരുന്ന 2 ട്രേഡ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിൻ്റെ വീഡിയോയ്ക്ക് എന്താണ് നമ്മൾ നാസ്ഡാക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ കാര്യങ്ങളെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൺഡേ 2 ട്രേഡ് ഇവിടുന്ന് ഉണ്ടായിരുന്നു. അത് 2 1:3 RR ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ട്യൂസ്ഡേ നമുക്ക് എൻട്രീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ഞാൻ നോക്കുവാണെങ്കിൽ ഇവിടെ കിട്ടിയിരുന്ന എല്ലാ ട്രേഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഈ വീഡിയോ എടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് മാർക്ക് ചെയ്ത് പിന്നെ എൻട്രി കാര്യങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വീഡിയോയ്ക്ക് നല്ലൊരു ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഞാനിവിടെ കിട്ടിയിരിക്കുന്ന എൻട്രി കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാലും എന്തുകൊണ്ട് എടുത്തു കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇപ്പോൾ നമുക്ക് മൺഡേ ഇവിടുന്ന് ട്രേഡ് കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ, നമ്മൾ അടുത്ത ദിവസം എന്താണ് ട്യൂസ്ഡേ നമ്മൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഇവിടെ ട്രെൻഡ് കണ്ടുപിടിക്കണം അല്ലേ. ട്രെൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിൽ ബയേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളത് അതോ സെല്ലേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ലിക്വിഡിറ്റിയിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ പിന്നെ എൻട്രീസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ന്യൂയോർക്ക് സെഷൻ 7 PM ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അതിന് മുന്നേ മാർക്കറ്റിലെ ട്രെൻഡാണല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റത്തെ ട്രെൻഡ് നോക്കി മാർക്കറ്റ് അതിന് മുന്നേക്ക് എന്താണ് ഒരു സെല്ലിലേക്ക് ഉണ്ടായിരുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOS കിട്ടി. അപ്പോൾ നമുക്കിവിടെ അതിന് മുന്നേ ഒക്കെ ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും നല്ല ട്രേഡുകൾ കിട്ടുന്നത് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഈ ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ല. ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ബൈയിങ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പ്രൈസും എല്ലാം വന്ന് ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ബൈയിലേക്ക് ഉണ്ടായിരുന്ന ലാസ്റ്റത്തെ ട്രെൻഡ് ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കുകയാണെങ്കിലും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്താണ് ബൈയിലേക്കുള്ള ട്രെൻഡിലെ പുതിയ ലിക്വിഡിറ്റീസ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിലെ ലെവൽസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻ്റ് എന്താണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഫസ്റ്റത്തെ ഭാഗമാണ് ഇൻഡ്യൂസ്മെൻറ്റ്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താണ് തൊട്ടടുത്തുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിലും എൻട്രി നോക്കാനായിട്ട് പറ്റൂലേ. നമ്മൾ ആ ഒരു 2 ലെവൽസാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന് ശേഷം നോക്കേണ്ടത് എന്താണ് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്.
പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ കൗണ്ടർ ട്രെൻഡിൽ എൻട്രി നോക്കായിരുന്നു. അപ്പോൾ മേജർ ട്രെൻഡിന് ശേഷം പ്രൈസ് ഹൈയിലായതുകൊണ്ട്, പക്ഷേ ഈ മദർ ക്യാൻഡലിനുള്ളിലാണ് ക്യാൻഡിൽസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു മദർ ക്യാൻഡിൽ അല്ല എന്നാണെങ്കിൽ നമുക്ക് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹൈയിലെ ലിക്വിഡിറ്റി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊക്കെ ട്രേഡ് നോക്കായിരുന്നു. ഞാൻ അത് റീപ്ലൈയിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് കറക്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, കാരണം എന്താണ്, ഈ ഹൈയിലായതുകൊണ്ട് പ്രീമിയത്തിൽ ലിക്വിഡിറ്റി എടുത്തു. പക്ഷേ ഇത് മദർ ക്യാൻഡിൽ ആയതുകൊണ്ട് നമ്മളിവിടെ ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കില്ലാന്നേ ഉള്ളൂ കേട്ടോ. പിന്നീട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന് നമ്മുടെ മേജർ ട്രെൻഡിലെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി എടുത്തു. ഇവിടെ നിന്നാണ് നമ്മളെന്താണ് 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുന്നത്. ഓക്കെ അല്ലേ. ഫസ്റ്റ് 5 മിനിറ്റിൽ ലിക്വിഡിറ്റി എടുത്തപ്പോൾ നമ്മൾ നേരെ എന്താക്കും, ചാർട്ട് നേരെ 1 മിനിറ്റിലേക്ക് എടുക്കും. ഓക്കെ അല്ലേ. 1 മിനിറ്റിൽ ഇവിടെ നിന്ന് കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ കൺഫർമേഷനാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ BOIs. അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തവരാണ് എന്തായാലും ഒന്ന് കണ്ടു നോക്കട്ടെ. എന്നാലേ ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 5 മിനിറ്റ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്തപ്പോൾ തന്നെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ബൈയേഴ്സ് വന്നു അല്ലേ. അത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽസൊക്കെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എൻട്രി കൺഫർമേഷന് വേണ്ടിയിട്ട് സെല്ലിലേക്ക് വന്ന ലാസ്റ്റത്തെ പുൾ ബാക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇതാണ് നമ്മളിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് ഫസ്റ്റ് വേണ്ട കൺഫർമേഷൻ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്തായിരിക്കും, ബൈയിലേക്ക് വന്നപ്പോൾ മാർക്കറ്റിൽ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടോ എന്നുള്ളതാണല്ലേ. ഇവിടെ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഏതാണ്, നമുക്ക് ഈ ഒരു ക്യാൻഡിലല്ല ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത് അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസാണ് ബൈയിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബൈയേഴ്സ് ഇവിടുന്ന് സ്ട്രോങ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ നല്ലൊരു FEG കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ നോക്കുകയാണെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് FEG ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാം. പിന്നീട് ബൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ മിറ്റിഗേറ്റ് ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ മിറ്റിഗേറ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ടും എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനോട് അടുത്തുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് ഒന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് 2 ഓർഡർ ബ്ലോക്ക് തന്നെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒന്ന് വേണം നമുക്ക് ഈ ഫസ്റ്റത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാം. ഇനി മേജർ ലോവിന് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ കൂടുതൽ RR റിസ്ക് വാട്ടർ റേഷ്യോ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ അഗ്രസീവായിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഒരിക്കലും ഓർഡർ ബ്ലോക്കിന് താഴെ തന്നെ ഇതേപോലെ ടൈറ്റായിട്ട് കൊടുക്കരുത്. ലാസ്റ്റത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ ഓർഡർ ബ്ലോക്കിന് തൊട്ട് മുന്നേ ഉള്ള ക്യാൻഡിലിന് താഴെ ഇതുപോലെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്ന് ഓർഡർ ബ്ലോക്കിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ഓർഡർ ബ്ലോക്കിന് താഴെ തന്നെ ടൈറ്റായിട്ട് എസ്സിൽ കൊടുക്കാതെ റിസ്ക് വാട്ടർ റേഷ്യോ കൂടുതൽ നോക്കുന്നവരാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഉള്ള മിറ്റിഗേറ്റ് ചെയ്യാതൊരു ക്യാൻഡിലുണ്ട്, അതിൻ്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എൻട്രി കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ വന്നില്ല. ഫസ്റ്റ് 5 മിനിറ്റിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മുടെ വേണ്ട കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ടാർഗറ്റിലേക്ക് ഏകദേശം പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് സേഫായി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഉള്ള 5 മിനിറ്റിൽ ഏതെങ്കിലും ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1:3 തന്നെ നോക്കി പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിലോ പ്രൈസ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീണ്ടും വന്ന് ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും മുകളിലോട്ട് പോയിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ടാർഗറ്റ് ട്രേഡ് ഏകദേശം ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മേജർ ട്രെൻഡ് എന്താണ്, ബൈ തന്നെയാണല്ലേ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ മേജർ ട്രെൻഡ് എന്താണ്, വീണ്ടും ബൈ തന്നെയാണ്. ഫസ്റ്റ് അത് ലിക്വിഡിറ്റി എടുത്തു, അതിനുശേഷം കൺഫർമേഷൻ കിട്ടി, ട്രേഡ് പോയി ടാർഗറ്റ് ഹിറ്റായി. നമുക്ക് രണ്ടാമത് എന്താണ്, ഈ ഒരു ട്രെൻഡിൽ തന്നെ മേജർ ട്രെൻഡിന് ശേഷമുള്ള മൈനർ ട്രെൻഡ് ബൈ നോക്കിയിട്ട് എൻട്രീസ് എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു മൈനർ ട്രെൻഡാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ബൈയിലേക്ക് പോയപ്പോൾ നോക്കിയേ, ഒരു ഹയസ്റ്റ് ക്യാൻഡിലായിട്ട് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടി അല്ലേ. പിന്നീട് നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് ക്യാൻഡിലെ ഫസ്റ്റ് ലോയിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഹൈന് ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ലോ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ല. അപ്പോൾ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷമുള്ള മൈനർ ട്രെൻഡ് നോക്കുമ്പോൾ അതിൽ നമുക്കൊരു ഫസ്റ്റ് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഒരിക്കലും ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ നോക്കുവാണെങ്കിലും കറക്റ്റായിട്ട് അത്ര ഒരു പ്രോപ്പറായിട്ടൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയാനായിട്ട് പറ്റില്ല, മദർ ക്യാൻഡിനുള്ളിലാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് എടുക്കാമായിരുന്നു. ഇത് മദർ ക്യാനുള്ളിൽ വന്നതുകൊണ്ടും കൂടിയാണ് ഇത് നോക്കുന്ന റിസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൺഫർമേഷൻ, ഫസ്റ്റത്തെ കൺഫർമേഷൻ തന്നെ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ വീണ്ടും എന്താണ് 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുവരെയും കൺഫർമേഷനോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല.
ഓക്കെ അല്ലേ, ഇവിടെ നിന്ന് സെല്ലിലേക്ക് വന്ന പുൾ ബാക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിലോ ഇവിടെ നിന്നൊന്നും സെല്ലിലേക്കുള്ള പുൾ ബാക്കുകൾ ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലോ ഇവിടെ നിന്നൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. വീണ്ടും ഇവിടെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് സെല്ലിലേക്ക് ഉണ്ടായിരുന്ന പുൾ ബാക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു, ലോയിനെ ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്നല്ലാണ്ട് ബൈയിലേക്കൊരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. വീണ്ടും എന്താണ് മാർക്കറ്റ് ഒന്ന് ലോയിനെ തന്നെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നോക്കുവാണെങ്കിൽ സെല്ലിലേക്കുള്ള ലാസ്റ്റ് പുൾ ബാക്ക് തന്നെ നമ്മൾ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ഇതേപോലെ തന്നെ എടുത്തു. നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം എന്താണ് ഒരു ഓർഡർ ബ്ലോക്കും കൂടെ ബൈയിലേക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുത്തപ്പോൾ എന്താണ് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇല്ലായിരുന്നു. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് വേണമെങ്കിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. പിന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞ പോലെ ടൈറ്റായിട്ട് ഇതിന് താഴെ കൊടുക്കാതെ തൊട്ട് മുന്നേ ഉള്ളൂ മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു ക്യാൻഡിൽ താഴെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് അധികം എസ്എലുകൾ എടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മൈനർ ട്രെൻഡ് നോക്കുവാണെങ്കിൽ അടുത്തൊരു എൻട്രിയും കിട്ടിയിട്ടുണ്ട്. മേജർ ട്രെൻഡിൽ നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രി കിട്ടി. ഇതിന് ശേഷം എന്താണ് മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷമുള്ള മൈനർ ട്രെൻഡ് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തൊരു ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് അടുത്ത ഹൈ വരെ അല്ലെങ്കിൽ 1:3 വരെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മൺഡേ 2 ട്രേഡ് 1:3 RR ഉണ്ടായിരുന്നു. അതിൽ വേണമെങ്കിൽ ഒരു ട്രേഡ് നമുക്ക് ഒത്തിരി ഒഴിവാക്കായിരുന്നു, കുറച്ച് റിസ്ക് കൂടുതലുള്ളതുകൊണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ മൺഡേ നമുക്ക് 2 ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്യൂസ്ഡേ നോക്കുകയാണെങ്കിലും നമുക്ക് എന്താണ് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ടൈമിലാണ് 2 ട്രേഡും കിട്ടിയിരിക്കുന്നത് അല്ലേ. ഫസ്റ്റത്തെ എൻട്രി നോക്കുകയാണെങ്കിൽ ഇവിടെ 1:3 RR വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ 1:3 RR. അതിന് ശേഷമൊക്കെ ഒരു 11 ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് വീക്കായിട്ട് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ടൈമിലേക്ക് എൻട്രീസ് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്, വർക്ക് ആവാനുള്ള കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ ഉണ്ട് സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ കുറച്ചും കൂടെ കൂടുതൽ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തൊരു ദിവസത്തെ ലെവൽസ് നമുക്ക് നോക്കാം. അടുത്തൊരു ദിവസം കിട്ടിയിട്ടുണ്ടെന്ന ട്രേഡ് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ 1:3 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇവിടെ തന്നെ എത്തുമ്പോൾ തന്നെ ഏകദേശം 1:3 RR വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത ദിവസത്തെ ട്രെൻഡാണ് കണ്ടുപിടിക്കേണ്ടത് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ളതല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ആയിട്ടുള്ളൂ. ഓക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ചോച്ചൻട്രി കൺഫർമേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ അല്ലേ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്, ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ബൈയിലേക്ക് ഉണ്ടായിരുന്ന ലാസ്റ്റത്തെ ട്രെൻഡ് ബ്രേക്ക് ചെയ്തു അല്ലേ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. പിന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരുന്നു. ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിലും 1 മിനിറ്റിൽ അവിടെ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ കൺഫർമേഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ നിന്ന് ബൈയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിലേക്ക് കറക്റ്റായിട്ട് തന്നെ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ട്രേഡും പോയിരിക്കുന്നത്. ഓക്കെ അല്ലേ, നമുക്ക് അന്നത്തെ ദിവസം ഈ ഒരു ട്രേഡ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ അല്ലേ, നമുക്ക് ഈ ഒരു ട്രേഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കെന്താണ് ഇനി അടുത്തൊരു ദിവസത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഞാൻ വീണ്ടും റീപ്ലേയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കെന്താണ് ആ ഒരു ദിവസം ഈ ഒരു ട്രേഡേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും സെല്ലിലേക്ക് വന്നു. മേജർ ട്രെൻഡ് സെല്ലായിരുന്നെങ്കിലും ഇവിടെ എന്താണ് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു സെല്ലിംഗ് സോൺ. ഇവിടെ ഒന്നും കൺഫർമേഷൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്ന് ലെവൽസ് മാർക്ക് ചെയ്യാത്തത്. ഞാൻ ഒന്ന് 1 മിനിറ്റ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് ആ ഒരു ട്രേഡിന് ശേഷം എന്താണ് ഇവിടെ ഫസ്റ്റ് സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് ഇവിടെ നിന്നൊന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ അല്ലേ, മാർക്കറ്റ് അതിലേക്കൊക്കെ വന്നു എന്നേ ഉള്ളൂ, നമുക്ക് ഇവിടെ നിന്നൊന്നും വേണ്ട കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ട്രേഡോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏകദേശം 11 മണിയും കഴിഞ്ഞു. ഓക്കെ അല്ലേ, നമുക്കിനി അടുത്തൊരു ദിവസത്തെ എൻട്രി കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ചാർട്ട് വീണ്ടും റീപ്ലേയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കെന്താണ് അപ്പോൾ മൺഡേ ഒരു 2 ട്രേഡ് 1:3 കിട്ടിയിട്ടുണ്ട്. ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ 2 ട്രേഡ് 1:3 കിട്ടി. വെനസ്ഡേ നോക്കിയപ്പോൾ എന്താണ് ഒരു ട്രേഡ് 1:3 RR ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് എന്താണ് വ്യാഴാഴ്ചത്തെ അല്ലെ തേഴ്സ്ഡേ അതിലാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എങ്ങനെ ട്രെൻഡ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ, ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എന്താണ് സെല്ല് തന്നെയാണല്ലേ. 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം സെല്ലിലേക്കൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ പുതിയൊരു സെല്ലിലേക്കൊരു ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടില്ല ഇല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിലേക്ക് ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി എടുത്തു, സെല്ലിലേക്കൊരു പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടില്ല. ഓക്കെ അല്ലേ, അപ്പോൾ മാർക്കറ്റ് വീണ്ടും സെല്ലിലേക്കുള്ള ലെവൽസിലേക്കൊക്കെ പോയതിന് ശേഷം പ്രീമിയത്തിലെ സെൽ സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം എന്താണ് ഇവിടെ നിന്ന് സെല്ലിലേക്ക് തന്നെ വന്നു. ബൈയിലേക്ക് ഉണ്ടായിരുന്ന ചെറിയൊരു മൈനർ ചോയ്സും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് ഒരു പുതിയ ട്രെൻഡും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ,
അതിനുശേഷമാണ് മാർക്കറ്റ് വന്ന് മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുവാണെങ്കിൽ ന്യൂയോർക്ക് സെഷന് മുന്നേ തന്നെ എന്താണ് ഇവിടെ നല്ലൊരു ട്രേഡ് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ന്യൂയോർക്ക് സെഷന് മുന്നേ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് മൈനർ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ നല്ല ട്രേഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നീട് നോക്കുവാണെങ്കിൽ നമ്മൾ ന്യൂയോർക്ക് സെഷനിലാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ട്രെൻഡ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മാർക്കറ്റിലെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഈ ഒരു ട്രെൻഡിൽ നോക്കുമ്പോൾ എന്താണ് സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ. കാരണം മേജർ ട്രെൻഡ് സെല്ലായിരുന്നു. മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലാണ്. മേജർ ട്രെൻഡിൽ സെല്ലിംഗ് സോണിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ബൈയിലേക്ക് ഉണ്ടായിരുന്ന മൈനർ ചോയ്സും ബ്രേക്ക് ചെയ്തു. അപ്പോൾ മൈനർ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിലും ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡ് സെല്ലാണ്. പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ കിട്ടി, സെല്ലിംഗ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ പുതിയൊരു ട്രെൻഡ് സെല്ലിലേക്ക് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ മേജർ ലോയിനെയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ സെല്ലിലേക്കാണ് ട്രെൻഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ സെല്ലിലെ ട്രെൻഡിലേക്കുള്ള ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഇവിടെ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ സെല്ലിംഗ് സോണും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എൻട്രി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിന് മുന്നത്തെ ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഇതേ കൺഫർമേഷനും കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ എൻട്രി നോക്കിയത് അതേപോലെ തന്നെ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിംഗ് സോണ്. ഓക്കെ അല്ലേ, ഞാനത് രണ്ടും കൂടെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ആ ഒരു ന്യൂയോർക്ക് സെഷന് മുന്നേ ഉണ്ടായിരുന്ന ഒരു എൻട്രീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ബൈയിലേക്ക് നോക്കി ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ഇവിടെ ഒന്നും കൺഫർമേഷൻ ഇല്ല. നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും കൺഫർമേഷൻ ഇല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു, സെല്ലിലേക്ക് ഉണ്ടായിരുന്ന ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് താഴേക്ക് വന്നു. ഇനി അതേ കൺഫർമേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും നോക്കുന്നത്. ഓക്കെ അല്ലേ, നമ്മുടെ 5 മിനിറ്റിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നോക്കേണ്ടത് എന്താണ് 1 മിനിറ്റിലെ കൺഫർമേഷനിലെ സെല്ലിംഗ് സോണിലേക്കും ടച്ച് ചെയ്തു. അതിനുശേഷം ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്ത് 7 PM അതിനുശേഷം നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, 1 മിനിറ്റിലേക്ക് ഉണ്ടെന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സെല്ലിലേക്കുള്ള ഓർഡർ ബ്ലോക്ക് ഇല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത്? ഇതായിരിക്കും ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത്, അല്ല ഇതായിരിക്കും ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത് ഇല്ല. നമ്മുടെ ഈ ഒരു മദർ ക്യാൻഡിലായിരിക്കും ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഓർഡർ ബ്ലോക്കും കൂടെ കിട്ടിയിട്ട് നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്കിന് മേലെയും ടാർഗറ്റ് മേജർ ലോ, ഈ ഒരു മേജർ ലോ വരെ നോക്കുക, അല്ലെങ്കിൽ 1:2 RR കേട്ടോ. ഏറ്റവും സേഫായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു 1:2 അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ട് നോക്കുകയാണെങ്കിൽ മേജർ ലോ വരെ നോക്കുന്നതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മേജർ ലോ എന്നൊക്കെ മാർക്കറ്റ് വീണ്ടും ഒന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രേഡും ഇവിടെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം എന്താണ് മറ്റ് ട്രേഡുകളും ഉണ്ടായിരുന്നു. ചാർട്ട് എന്തോ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ മേജർ ട്രെൻഡ് വീണ്ടും സെല്ലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമുക്ക് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ആ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ വന്നപ്പോഴാണ് ഏകദേശം 1:2 RR വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ മേജർ ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ചെറിയ RR ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡ് സെല്ല് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാര്യങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, ഈ ഒരു ട്രെൻഡിലെ ഇനി നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റിയ ആകെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. കാരണം മേജർ ട്രെൻഡ് സെല്ലാണ്, പക്ഷേ ഇതിലേക്ക് പുതിയ ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും സെല്ലിലേക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എന്താണ് ബൈയിലേക്ക് ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ ലോയിലും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കൗണ്ടർ ട്രെൻഡിൽ ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും അല്ലേ. ഇല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൗണ്ടർ ട്രെൻഡിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിലായിരിക്കും നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റുന്നത്. ഈ രണ്ട് സാധ്യതയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഒരു കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് വരും. അതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോളും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ ഇനി ബൈയിലേക്ക് നമുക്ക് ട്രേഡ് നോക്കാം, ഇല്ലെങ്കിൽ മേജർ ട്രെൻഡ് അനുസരിച്ച് സെല്ല് നോക്കണമെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈയിലേക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തുണ്ട് ബൈയിങ് സോണും കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ രണ്ടിലും ഓരോരോ ട്രേഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അല്ലേ, ഞാൻ നേരെ ചാർട്ട് 1 മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ബൈയിലേക്ക് എന്നാൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് വന്ന് ലാസ്റ്റത്തെ പുൾ ബാക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാമായിരുന്നു. ഇവിടെ നമുക്കൊരു നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷേ അത് എസിൽ ഹിറ്റ് ആവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുക്കാം. ഇതിന് തൊട്ട് താഴത്തെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ മേജർ ലോ ആണ് വരുന്നത്. അപ്പോൾ അതിന് താഴേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് കേട്ടോ. ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി നോക്കാൻ പറ്റുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ, ബൈയിങ് സോണിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തു. നമ്മളിവിടെ കൺഫർമേഷൻ നോക്കുകയാണെങ്കിലും ഇതേ കാര്യം തന്നെ കേട്ടോ. സെല്ലിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എൻട്രി എടുക്കാം. അവിടെ നിന്ന് എൻട്രി നോക്കായിരുന്നു. പക്ഷേ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരണമെങ്കിൽ ഏതാണ് വരുന്നത്? സെല്ലിലേക്ക് വന്ന ലാസ്റ്റത്തെ പുൾ ബാക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുക്കണമെങ്കിൽ ഇതാണ് വരുന്നത്. ഓക്കെ, ഇതാണ് 1 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്നാണ് ബൈയിലേക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നു. പിന്നീട് എന്നൊരു സെല്ലിംഗ് ക്യാൻഡിലായിരുന്നു. ഇത് ഹയസ്റ്റ് ക്യാൻഡിലായിട്ട് വന്നു. അതിൻ്റെ ലോയിന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഹൈന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് ഇത് BOS ആയിട്ടും എടുക്കാമായിരുന്നു അല്ലേ? അല്ല, ഇത് നമ്മുടെ BOS ആയിട്ട് വരും. ഇതിൻ്റെ കാര്യവും നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ഒരു എൻട്രി കൺഫർമേഷൻ്റെ. ഇനി ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, BOS കിട്ടി. തൊട്ടടുത്ത് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇല്ല, ഓർഡർ ബ്ലോക്കിലേക്ക് 5 മിനിറ്റിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ബൈയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് FEG കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്തത്. നല്ലൊരു ഇംബാലൻസ് വന്നു അല്ലേ, FEG കാര്യങ്ങൾ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ അടുത്തൊരു കൺഫർമേഷൻ കേട്ടോ. ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ 1:3 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇത്രയും വന്നാൽ മതി അല്ലേ? ഓക്കെ അല്ലേ, ഇത് നമുക്ക് ഏകദേശം സിമ്പിളായിട്ട് തന്നെ 1:3 കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്രൈസ് റിവേഴ്സ് ആയിരിക്കുന്ന ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ട്രേഡിൽ നോക്കുകയാണെങ്കിൽ 1:3 എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് സെല്ലിലേക്ക് ഉണ്ടായിരുന്ന ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും എന്താണ് പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. നമുക്ക് ഇതിനുള്ളിലൊന്നും പിന്നെ ട്രേഡുകളില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റില്ല. സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി എടുത്തു, പക്ഷേ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡിന് സാധ്യതകളില്ല. കാരണം മേജർ ട്രെൻഡ് സെല്ലാണ്. അപ്പോൾ ഈ ഒരു സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടെ നിന്നൊക്കെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് വന്നാലേ നമുക്ക് സെല്ലിലേക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ല, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ബൈയേഴ്സ് വരാനുള്ള സാധ്യതകളായിരുന്നു. അതിൽ നമുക്ക് ഇവിടെ നിന്ന് 2 കിട്ടി, അത് SL വന്നു. രണ്ടാമത് ബൈയിലേക്ക് വരാനുള്ള സാധ്യതകളുള്ള ലെവൽസ് എന്ന് പറയുമ്പോൾ ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് ട്രേഡ് കിട്ടി. പിന്നീട് നമുക്ക് അടുത്ത ട്രേഡുകൾ വരുന്നെങ്കിൽ ഒരു ട്രെൻഡ് കൺഫേം ആണ്, എന്നാലേ നമുക്ക് അടുത്ത ബൈയിലേക്കുള്ള ട്രേഡുകൾക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. സെല്ലിലേക്ക് നോക്കണമെങ്കിലും മൈനർ ട്രെൻഡ് സെല്ലിലേക്ക്, അതായത് സെല്ലിൽ ലിക്വിഡിറ്റി എടുത്താലേ പിന്നെ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എൻട്രി കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ നോക്കുന്നത് എന്താണ്, ട്രേഡുകൾ നോക്കുന്നത് വളരെ റിസ്ക്കാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നോക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് ഏകദേശം വന്നിട്ടുണ്ടല്ലേ? ഇല്ല, ഇവിടെ കറക്റ്റായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല. ഫസ്റ്റത്തെ ഒരു ഓർഡർ ബ്ലോക്ക് പോലില്ല. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ നിന്ന് എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിനകത്ത് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് എന്താണ്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ നോക്കിയപ്പോൾ എന്താണ്, വ്യാഴാഴ്ച വരെ നോക്കിയപ്പോൾ ഒരുപാട് ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കണ്ടാണ് SL വന്നിരിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേയിലേയും കൂടെ നോക്കാം കേട്ടോ. ഞാൻ എന്താണ് അതുകൊണ്ട് ചാർട്ട് ഒന്നും കൂടെ റീപ്ലേയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഒരു കുറച്ച് ഫാസ്റ്റായിട്ട് ഇടാം കേട്ടോ. അതിൻ്റെ ലെവൽസിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫ്രൈഡേ ന്യൂ ഇയർ സെഷൻ ഓപ്പൺ ചെയ്ത ടൈമിലേക്ക് എന്താണ് ചാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ലാസ്റ്റ് സെല്ലിലേക്ക് ന്യൂ ഇയർ സെഷൻ ഓപ്പൺ ചെയ്തതിന് മുന്നേ നമ്മളിവിടെ ബൈയേഴ്സ് ആണോ അതോ സെല്ലേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOS കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ട്രെൻഡായിരുന്നു കേട്ടോ, വീക്കായിട്ടുണ്ടായിരുന്നൊരു ട്രെൻഡായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ എന്താണ് ബൈയേഴ്സ് വന്നു, ആ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. പിന്നീട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരുന്നു ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരുന്നു പ്രീമിയത്തിൽ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത്. ഓക്കെ ആവുന്നില്ലേ? പിന്നെ തൊട്ടടുത്തുള്ള സെല്ലിംഗ് സോണിലേക്കും കൂടെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടായിരുന്നു പിന്നെ പ്രൈസ് വന്നത്. അതൊക്കെ കൊണ്ടാവാൻ ചിലപ്പോൾ ഇതും ഫെയിലായത് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതകളാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്തു. പിന്നീട് ആ ട്രെൻഡിൽ നോക്കേണ്ടത് ബൈയിങ് സോണായിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ന്യൂ യോർക്ക് സെഷൻ ഓപ്പൺ ചെയ്ത ടൈം തന്നെ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്തപ്പോഴാണ്. അപ്പോൾ നമ്മൾ നേരെ എന്താണ് 1 മിനിറ്റിലെ കൺഫർമേഷനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ, ന്യൂ യോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ? 7 മണിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഫസ്റ്റ് തന്നെ സെല്ലിലേക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. 1 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഓർഡർ ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ന്യൂ യോർക്ക് സെഷൻ ഓപ്പൺ ചെയ്ത ടൈമിൽ തന്നെയായിരുന്നു ഇവിടെ നിന്നും ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. അത് നോക്കുവാണെങ്കിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ SL ബ്രേക്ക് ചെയ്ത് പോയി. ഓക്കെ അല്ലേ, ഡയറക്റ്റായിട്ട് തന്നെ SL തന്നെയായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ വീണ്ടും അന്നത്തെ ദിവസത്തെ ട്രെൻഡ് എന്താണ് സെല്ലിലേക്ക് തന്നെ മാറി.
ഓക്കെ, ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സെല്ലിലേക്ക് തന്നെ ട്രെൻഡ് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ വീണ്ടും സെല്ലിലേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് സെല്ലിലേക്കുള്ള എൻട്രീസ് ആയിരുന്നു നോക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇവിടുന്ന് സെല്ലിലേക്കുള്ള ഒരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കുമ്പോൾ മേജർ ഹൈ, ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്. തൊട്ടടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊന്നും കൺഫർമേഷൻ ഇല്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്ന് ടച്ച് ചെയ്തപ്പോൾ ഇവിടെ നിന്നും കൺഫർമേഷൻ ഇല്ല. പിന്നെ ട്രെൻഡ് റിവേഴ്സിൽ വീണ്ടും ബൈയിലേക്ക് തന്നെ ഒന്ന് ട്രെൻഡ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു ട്രെൻഡായിരുന്നു. ഞാനത് 1 മിനിറ്റ് എടുത്ത് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കോളും. ഇവിടെ നോക്കി ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു, കൺഫർമേഷൻ ഇല്ല. പിന്നീട് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് എന്താണ് 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇത് 5 മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റും കൂടെ ആയിട്ടാണ് വന്നത്. അപ്പോൾ വീണ്ടും ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത തന്നെയായി അവിടെ. അല്ല, നമ്മളിനി ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതിയിൽ ബൈയിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു 5 മിനിറ്റ് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അല്ല, നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണോ ട്രെൻഡ് റിവേഴ്സൽ നോക്കിയത് അതേ കാര്യം തന്നെ. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് എസ് വന്നു. അതേപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ട്രേഡും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ചാർട്ട് കൂടെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ട്രേഡും അവിടെ നിന്ന് കിട്ടിയില്ല. ട്രെൻഡ് റിവേഴ്സൽ നോക്കുവാണെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു, ഡയറക്റ്റായിട്ട് തന്നെ പോയി ഹൈനെ ബ്രേക്ക് ചെയ്തു. പിന്നീട് അവിടെയും ട്രേഡില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിൽ എന്താണ് ആ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഹൈനെ ബ്രേക്ക് ചെയ്ത ബൈയിലേക്ക് ഒരു പുതിയ ട്രെൻഡ് വന്നു. അതിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് വരുവാണെങ്കിൽ ഒരു എൻട്രി പിന്നീട് നോക്കായിരുന്നു. പക്ഷേ ആ ഒരു എൻട്രിക്കും സാധ്യതയില്ല. അതും കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു എൻട്രി തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനത് പറഞ്ഞുതരാം. അത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും അത്ര ഓക്കെ ആയിട്ടുള്ളൊരു എൻട്രി അല്ല. ഓക്കെ അല്ലേ, പറഞ്ഞു പോകുമ്പോൾ മൊത്തത്തിൽ പറഞ്ഞു തരണമല്ലോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഏതാണ് സെല്ലിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്കാണ് 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ. ഫസ്റ്റ് നമുക്കിത് നോക്കായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും സെല്ലിലേക്ക് വന്ന് ലാസ്റ്റത്തെ പുൾ ബാക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇവിടെ ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഇല്ല കേട്ടോ. ഓക്കെ അല്ലേ, വീണ്ടും നമ്മളെന്താണ് സെല്ലിലേക്ക് തന്നെ ഒരു അല്ല ബൈയിലേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിലോ മാർക്കറ്റ് വീണ്ടും വന്ന് ലോയിനെ ബ്രേക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു ലാസ്റ്റത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഏതായിട്ട് വരും? ഇതാണ് ലാസ്റ്റത്തെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരുന്നത്. പക്ഷേ മാർക്കറ്റ് അതിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടില്ല. പിന്നീട് നോക്കുവാണെങ്കിലോ വീണ്ടും ബൈയിലേക്ക് പോയപ്പോൾ അടുത്തൊരു ഓർഡർ ബ്ലോക്കും കൂടെ ക്രിയേറ്റ് ആയി ഇല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നീട് തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മെറ്റിഗേറ്റ് ചെയ്യാത്ത ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരും ഇല്ല. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയത്തിൽ ഓർഡർ ബ്ലോക്കൊക്കെ പോയിട്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. പക്ഷേ ഇതൊക്കെ വളരെ റിസ്ക് ആയിട്ടാണ് വരുന്നത്. കാരണം ഇത്രയും ഓർഡർ ബ്ലോക്കുകളുണ്ട്. ഏറ്റവും പ്രീമിയത്തിൽ പോയിട്ടൊക്കെയല്ലേ നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയ ട്രേഡായിട്ട് കാണിക്കാം ഇല്ല. ഡയറക്റ്റായിട്ട് ടാർഗറ്റ് തന്നെയാണ് പോയി ഹിറ്റായിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വളരെ റിസ്ക് ആയിട്ടുള്ള എൻട്രീസാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ വീണ്ടും ബൈയിലേക്ക് തന്നെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ബൈയിലേക്ക് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. ഇതിന് ശേഷം ബൈയിലേക്കുള്ള ലെവൽസ് ആയിരുന്നു കേട്ടോ. ഞാൻ മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീണ്ടും ബൈയിലേക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇല്ല. ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു. അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക്. പിന്നീട് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓർഡർ ബ്ലോക്ക്. ഇവിടെ നിന്നും കൺഫർമേഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്യാത്തത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ബൈയിങ് സോണിലേക്ക് ടച്ച് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു. അതും ഡയറക്റ്റ് തന്നെ എസ് എൽ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞ കാര്യം നോക്കിയാൽ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. ഇവിടെ ഒന്നും നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇല്ലേ. നേരെ വന്ന് ഓർഡർ ബ്ലോക്ക് ഡിസ്കൗണ്ട് ഏരിയയിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷമായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് ഉണ്ടായിരുന്ന ലാസ്റ്റ് പുൾ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് എടുത്തു. ഇത് 5 മിനിറ്റിലെ ഓർഡർ ബ്ലോക്കാണ്. ഇതിലേക്ക് വന്നതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഡിസ്കൗണ്ടിൽ ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് വരുന്നത് അല്ലേ. ഇതിൽ നല്ലൊരു എൻട്രി നോക്കായിരുന്നു. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നോക്കായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. നോക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ എൻട്രി എടുക്കായിരുന്നു. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 1:3 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരെ വന്നാൽ മതി. പക്ഷേ ഈ ഒരു ട്രേഡ് ചെറിയൊരു ടാർഗറ്റ് കാണിച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ എസ് എല്ലിലേക്ക് കയറുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇത്രയും ട്രേഡുകളായിരുന്നു ഈ ഒരു വീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് എസ് എൽ ഹിറ്റായി. പിന്നീട് നോക്കുകയാണെങ്കിൽ മറ്റു ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കാനായിട്ടില്ല. കാരണം ബൈയിങ് സോണും ബ്രേക്ക് ചെയ്ത് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാത്തില്ല. ചേഞ്ച് ഓഫ് ക്യാരക്ടർ പിന്നെ ടൈമും ഒരുപാടായിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇത്രയും ട്രേഡ്. ഇത് പിന്നെ ലേറ്റ് ആയിട്ടുള്ളൊരു എൻട്രി കൂടി ആയിരുന്നു കേട്ടോ. 11-ന് ശേഷമൊക്കെ ഉള്ളൊരു എൻട്രി കൂടി ആയിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വീക്ക് എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ട്രേഡുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രേഡുകളെല്ലാം തന്നെ നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കാരണം വീഡിയോയ്ക്ക് ഒന്നാമത് നല്ല ലെങ്ത്ത് വരും.
ഓക്കെ അല്ലേ, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ട്രേഡുകൾ പറഞ്ഞിട്ടുണ്ട്. 3 ട്രേഡ് ഇവിടെ ലോസ് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് കിട്ടിയ ട്രേഡുകൾ ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് എങ്ങനെയൊക്കെയാണ് എൻട്രി എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ എൻട്രി കൺഫർമേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്തവരാണെങ്കിൽ നാസ്ഡാക്കിൻ്റെ നാസ്ഡാക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ എൻട്രി കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കോളും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഒരുപാട് സംശയങ്ങളുണ്ടെന്നാണെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊന്ന് 2 വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.